ഇന്ന് തൊട്ട് ജേണലിങ്ങും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ചിന്നിത്തെറിച്ച തലയായതുകൊണ്ട് പല കാര്യങ്ങളും മൈൻഡിൽ നിൽക്കുന്നില്ല. ഇന്ന് എന്തായാലും ഡേ 1 ഓഫ് ജേണലിംഗ് ആണ്. ഇന്ന് പിള്ളേരുടെ ആദ്യത്തെ ദിവസമാണ്. യൂണിഫോമൊക്കെ ഇത്തിരി വലുതാണ് കേട്ടോ. മിക്കവാറും നമ്മുടെ എൻ്റെ സ്കൂൾ എൻ്റെ ആവാൻ നേരത്ത് കറക്റ്റ് ഫിറ്റ് ആവും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും രണ്ടുപേരും റെഡി ആയിട്ടുണ്ട്. അവരെ ബസ് എടുക്കുന്നിടത്തേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ എൽദോനെയും കൂട്ടിയിട്ടാണ് നടന്നത്. അവന് ഇത്തിരി എക്സസൈസ് കുറവായിരുന്നു കുറച്ച് നാളായിട്ട്. അപ്പം ഇന്ന് തൊട്ട് ഇനി അവനെയും പ്രോപ്പറായിട്ട് നടത്തിച്ച് തുടങ്ങണം. ഇവനാണ് എൽദോ. ഇനിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ ഒരുപാട് പരിപാടികളുള്ളത്. കുറേ നാളത്തെ ഷോർട്സ് വീഡിയോസ് എനിക്ക് റെൻഡർ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനുണ്ട്. ഒരു 10-15 വീഡിയോസ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അതെല്ലാം കൂടെ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഉച്ചയായപ്പോഴത്തേക്ക് പിള്ളേർ തിരിച്ചു വന്നു. ആ സമയത്തേക്ക് എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകണമായിരുന്നു. നമ്മുടെ വിഷ്ണുവുമായിട്ട് തിരുവനന്തപുരം വരെ ഒന്ന് പോകണം. ചെറുക്കനെ കണ്ടിട്ട് ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി. അവനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട്, വിഷ്ണുവിനെ അവൻ്റെ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ വാടകയ്ക്ക് 2-3 വീട് തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. എനിക്കും വിഷ്ണുവിനും കൂടെ തിരുവനന്തപുരത്ത് നിൽക്കാനായിട്ട് നമ്മളൊരു വാടക വീടാണ് തപ്പി നടക്കുന്നത്. അപ്പം ഇവിടെ നിന്നിട്ടായിരിക്കും നമ്മുടെ ഇനി കുറച്ച് നാളത്തെ ജോലിയും കാര്യങ്ങളൊക്കെ. 1-2 വീടൊക്കെ കണ്ട് ഒന്നും നമ്മളങ്ങോട്ട് സാറ്റിസ്ഫൈ ആയിട്ടൊന്നും ബുക്കാക്കിയതൊന്നുമില്ല. ഇനി നാളെയും കൂടെ വന്ന് 1-2 സംഭവങ്ങൾ തപ്പണം. അപ്പം ഡേ 2 നമ്മൾ ലുലു മാളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് തന്നെയാണ്. വീണ്ടും നമ്മുടെ ഒരു അടിപൊളി MGയുടെ കാറൊക്കെ കണ്ടു. പിന്നെ അവിടെ നേരെ മുകളിൽ കയറി ഫുഡ് കോർട്ടിൽ കയറി ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ കുറേ നാളിന് ശേഷമാണ് നമ്മുടെ ബർഗർ കിങ്ങിൻ്റെ ബർഗർ കഴിക്കുന്നത് കേട്ടോ. ഇത്തവണ ലോഡഡ് ഫ്രൈസും എന്തൊരു ഒരു ടൈപ്പ് ഓഫ് കോഫിയും ഉണ്ടായിരുന്നു. എന്തായാലും പൊളി സാധനം. എനിക്ക് ബർഗർ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ലൊക്കേഷനിലും കൂടെ ഇതേണക്ക് വീട് തപ്പാൻ പോയി. അത് ഓക്കെ ആയിട്ടുള്ളൊരു വീടാണ്. മിക്കവാറും ഈ വീടിനായിരിക്കും നമ്മൾ ടോക്കൺ കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ പിന്നൊരു ദിവസം സംസാരിക്കും. ഇന്ന് ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തി.